ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അടുത്ത മാസം 9-നാണ് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കേണ്ടത്. ജഗ്ദീപ് ധൻഖഡ് ഇതുപോലെ ഈ ബില്ല് വന്നതുപോലെ തന്നെ പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പുമില്ലാതെ തീർത്തും അപ്രതീക്ഷിതമായി രാജിവെച്ചൊഴിഞ്ഞു പോകുന്നു. എന്തിനായിരുന്നു ആ രാജി എന്ന ദുരൂഹതയും നിഗൂഢതയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. CP രാധാകൃഷ്ണനാണ് NDAയുടെ സ്ഥാനാർത്ഥി. നേരത്തെ മഹാരാഷ്ട്ര ഗവർണറായിരുന്നു, തെലങ്കാനയുടെയൊക്കെ ഗവർണറായിരുന്നു, BJP നേതാവാണ്, RSS നേതാവാണ്, തമിഴ്നാട്ടിൽ നിന്നൊരാളാണ്. ആ നിലക്കുള്ള രാഷ്ട്രീയ പ്രസക്തി കൂടി അതിനുണ്ട്. ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയെ ആണ് സുപ്രീം കോടതി മുൻ ജഡ്ജിയായിരുന്ന, വിവിധ ഹൈക്കോടതികളിൽ ജഡ്ജിയായിരുന്ന B സുദർശൻ റെഡ്ഡിയെയാണ് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത 9-ാം തീയതി ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇതിൽ ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ജയസാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഘട്ടത്തിൽ ഇല്ല എന്നും ഉണ്ട് എന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എന്തായിരിക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നതായി രണ്ടാമത് സംസാരിക്കുകയാണ് നമ്മൾ. അജിംസ, ഇപ്പോഴത്തെ ഒരു കക്ഷിനില അനുസരിച്ചൊരു പക്ഷേ ഒരു അട്ടിമറിയൊന്നും നടക്കാൻ സാധ്യതയില്ല. എങ്കിൽ കൂടിയും B സുദർശൻ റെഡ്ഡിയെ പോലെയുള്ള ഒരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുന്നതിലൂടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ ഇന്ത്യക്ക്? അല്ല, ഇതിന് എന്തുകൊണ്ടാണ് CP രാധാകൃഷ്ണനെ NDAയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് നോമിനേറ്റ് ചെയ്തിടുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ സുദർശൻ റെഡ്ഡിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. CP രാധാകൃഷ്ണൻ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് ADMKയുടെ പിന്തുണയോടുകൂടി 2 വട്ടം തുടർച്ചയായിട്ട് 98-ലും 99-ലും ജയിച്ച് MP ആയ ആളാണ്. കടുത്ത RSS കാരനാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. വളരെ അച്ചടക്കമുള്ള മിതഭാഷിയായ ഒരു BJP നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഔട്ട്ലുക്ക് കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുള്ളൊരു ലേഖനത്തിൽ പറയുന്നത് അദ്ദേഹത്തെ തിരുപ്പൂർ വാജ്പേയി എന്നാണ് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് വാജ്പേയിയോട് സാമ്യമുള്ള ഒരാളാണ്. വളരെ സൗമ്യഭാഷിയായ, കുറേ കൂടി ഇൻക്ലൂസീവായ, ഹാർഡ് ലൈനർ അല്ലാത്ത ഒരു BJP നേതാവ്. അങ്ങനെ ഒരു പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അത് വായിച്ചപ്പോൾ ഈ തിരുപ്പൂർ വാജ്പേയി എന്നുള്ള കാര്യം ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുക എന്ന് ആലോചിക്കുന്നത്. ഇതിലേറ്റവും രസം എന്ന് വെച്ചാൽ ഈ വാജ്പേയിയെക്കുറിച്ച് എല്ലാവരും പറയും അദ്ദേഹം ഉറുദുവിൽ കവിത എഴുതും, മനോഹരമായിട്ട് പ്രസംഗിക്കും, ജനാധിപത്യവാദിയായ ഡെമോക്രാറ്റായിട്ടുള്ള മികച്ച പാർലമെൻറ്റേറിയനാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇതേ വാജ്പേയി അസമിലെ നെല്ലി കലാപത്തിന് തൊട്ട് തലേ ദിവസം അവിടെ പോയി പ്രസംഗിച്ച ആളാണ്. അസം മുഴുവൻ കുടിയേറ്റക്കാരാണ്, ബംഗാളി സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇവരെ മുഴുവൻ പഞ്ചാബിലൊക്കെയാണ് ഇവരെയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചേനെന്ന് പ്രസംഗിച്ചു പോയതിൻ്റെ പിറ്റേ ദിവസമാണ് ആയിരക്കണക്കിന് ആൾക്കാരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നൊടുക്കിയത്. അസമിലെ നെല്ലി കലാപം, അതിൻ്റെ ആ കലാപം ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതിൽ ഈ വാജ്പേയിയുടെ പ്രസംഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ തിരുപ്പൂർ വാജ്പേയി അല്ലെങ്കിൽ കോയമ്പത്തൂർ വാജ്പേയി എന്നൊക്കെ ഇദ്ദേഹത്തെ പറയുമ്പോൾ ഇദ്ദേഹത്തിന് വേറൊരു പാരലൽ ഈ വാജ്പേയിയുമായി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കോയമ്പത്തൂരിലൊരു കലാപം നടന്നിരുന്നു 1997 കലാപത്തിന് കാരണം ഒരു ട്രാഫിക് പോലീസുകാരൻ ട്രിപ്പിൾ വരുന്ന മൂന്ന് പേരെ കൈ കാണിച്ചു, അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു. ട്രിപ്പിൾ പോകാൻ പാടില്ലല്ലോ. അവിടെ ഉണ്ടായ ഒരു തർക്കത്തിൽ ഈ പോലീസുകാരൻ കൊല്ലപ്പെട്ടാണ് അവിടെ കലാപം നടക്കുന്നത്. ഈ കലാപത്തിൽ 10 പേര് പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു, 18 പേര് മറ്റാണ് മൊത്തം മരിച്ചത്. അതിൽ 10-20 പേർക്ക് പരിക്ക് പറ്റും. അപ്പോൾ തമിഴ്നാട്ടിൽ നമുക്കറിയാം RSSും BJPയും അത്ര ശക്തമല്ല, കേരളത്തെ പോലെ ശക്തമായ ഒരു സ്ഥലമല്ല. തമിഴ്നാട്ടിൽ അവർക്ക് തീരെ വേരുകളില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ കേരളം തമിഴ്നാട് പോലെ അവർക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത, ഇലക്ട്രൽ പെനിട്രേഷൻ നടക്കാത്ത സ്ഥലങ്ങളിൽ അവർ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തും. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത, തമിഴ്നാട്ടിൽ BJP ഉണ്ട്, നമുക്കറിയാം, BJP ഉണ്ട്. അവിടെ ഹിന്ദു മക്കൾ കക്ഷി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഹിന്ദു മക്കൾ കക്ഷി. പിന്നെ ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞ വേറൊരു സംഘടനയുണ്ട്. അപ്പോൾ ഈ BJPയും RSSും ഉള്ളപ്പോൾ എന്തിനാണ് ഈ ഹിന്ദു മക്കൾ കക്ഷിയും ഹിന്ദു മുന്നണിയും? ഇത് രണ്ടും, ഈ ഹിന്ദു മുന്നണിയും ഹിന്ദു മക്കൾ കക്ഷിയും RSSൻ്റെ തന്നെ ബൈ പ്രൊഡക്ട്സാണ്, സംഘപരിവാർ സംഘടനകളാണ്. അപ്പോൾ ആദ്യം ഹിന്ദു മുന്നണി ഉണ്ടായി, അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഹിന്ദു മക്കൾ കക്ഷി ഉണ്ടാകുന്നത്. ഈ കോയമ്പത്തൂർ കലാപത്തിന് പിന്നിൽ ഈ ഹിന്ദു മക്കൾ കക്ഷിയാണ് എന്ന ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ CP രാധാകൃഷ്ണൻ 2018 അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നത് ആ കലാപം നടത്തിയത് ഹിന്ദു മക്കൾ കക്ഷിയല്ല, അത് നടത്തിയത് പോലീസുകാരാണ്. അതായത് ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമായി പോലീസുകാർ നടത്തിയ കലാപമാണത്. ഭയങ്കര വിവാദമായിരുന്നു തമിഴ്നാട്ടിലത്. അപ്പോൾ ഹിന്ദു മക്കൾ കക്ഷിയാണ് അതിൽ ആ കലാപത്തിൽ അക്യൂസ്ഡ് ആയതും അതിൻ്റെ പ്രവർത്തകരാണ് പിടിച്ച് ജയിലിലിട്ടതും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്നത് ഒരുതരം രാജ്യദ്രോഹമാണ് എന്ന് ഞങ്ങൾ കരുതിയതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടിയില്ല. ഞങ്ങളുടെ ഹിന്ദു മക്കൾ കക്ഷിയുടെ പ്രവർത്തകരെല്ലാം ജയിലിനകത്തായിരുന്നു, അതുകൊണ്ട് ഞങ്ങളത് മിണ്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പോലീസ് നടത്തിയാലും ആ കലാപത്തെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്.
പോലീസാണ് നടത്തിയത്, ഞങ്ങളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ വാജ്പേയിയുമായിട്ടുള്ള ഇങ്ങനെ ഒരു പാരലൽ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, തമിഴ്നാട്ടിലെ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് 2026. നമുക്കറിയാം തമിഴ്നാട്ടിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ BJP നടത്തിയിട്ടുണ്ട്. പല രീതിയിൽ ഇപ്പോൾ അണ്ണാമലയെ വരെ പരീക്ഷിച്ച് പരീക്ഷണം നടത്തിയിട്ട് ഒരു തരത്തിൽ അവർക്ക് അങ്ങോട്ട് പെനിട്രേറ്റ് ചെയ്യാനേ കഴിയുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തമിഴ്നാടിനെ പ്രത്യേക ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കാശി എന്തോ ഒരു സമ്മേളനം നടന്നു, കാശി തമിഴ് സമ്മേളനം, വാരാണസിയിൽ തമിഴ് സമ്മേളനം നടത്തുന്നു. സുബ്രഹ്മണ്യ ഭാരതി അനുസ്മരിച്ചുകൊണ്ട് അവിടെ തമിഴ് സമ്മേളനം നടത്തുന്നു. മോദി തന്നെ ധോത്തി എടുത്തുകൊണ്ട് തമിഴ്നാട്ടിൽ പോകുന്നു. അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണം അവിടെ നടത്തുന്നുണ്ട്. BJPയെയും RSSനെയും സംബന്ധിച്ച് 90%-ലധികം ഹിന്ദു ജനസംഖ്യയുള്ളൊരു സംസ്ഥാനത്ത് ഒരു തരത്തിൽ അവർക്ക് വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ ശക്തമായ ന്യൂനപക്ഷ സാന്നിധ്യമുണ്ട്. എന്നിട്ട് പോലും അവർക്കൊരു MLA, ഒരു MP ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് കുറേ കൂടി ഇപ്പോൾ RSSനെ സംബന്ധിച്ച് ഇവിടെ ധാരാളം ശാഖകളുണ്ട്. BJPക്ക് 10-15 ലക്ഷം വോട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് സാധിക്കുന്നില്ല എന്നുള്ളവരെ സംബന്ധിച്ച് നാണക്കേടാണ്. ഏത് വിധേനയും തമിഴ്നാട്ടിൽ അങ്ങനെ ഇൻട്രോൾ ഉണ്ടാക്കുക. ഇതിനു മുമ്പ് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു നാണക്കേട് ബംഗാളായിരുന്നു. ബംഗാളിൽ അതൊരു പരിധി വരെ അവർ മറികടന്നു. തമിഴ്നാട്ടിൽ അത് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ആശയങ്ങൾ, ഇപ്പോൾ അണ്ണാമലയെ പരീക്ഷ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു വാദമായിരുന്നു ഈ കൊങ്കുനാട് എന്ന് പറയുന്നൊരു വാദം. അത് തമിഴ്നാടിനെ വിഭജിക്കണം. അവിടുത്തെ ഗവർണറായിരുന്ന SP രവി, ആർ എൻ രവി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കൊങ്കുനാട് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഇത് വേണം, തമിഴ്നാട് എന്ന് പറയുന്നത് തമിഴകം എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ സബ് നാഷണാലിറ്റിയുടെ അകത്തോടെ വേറൊരു സബ് നാഷണാലിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഈ CP രാധാകൃഷ്ണൻ ഒരു ഗൗണ്ടർ കാസ്റ്റിൽപ്പെട്ട ഒരാളാണ്. ഈ കൊങ്കു ഗൗണ്ടർ കാസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റോഡ് സേലം ആ ബെൽറ്റ് ഉണ്ടല്ലോ, ആ ബെൽറ്റിലൊരു പ്രധാനപ്പെട്ട സമുദായമാണ്, വലിയൊരു വോട്ട് ബാങ്കാണ്. ഇപ്പോൾ ADMKയുടെ നേതാവ് എടപ്പാടി പളനിസ്വാമി ആ കാസ്റ്റിൽപ്പെട്ട ആളാണ്, അണ്ണാമല ആ കാസ്റ്റിൽപ്പെട്ട ആളാണ്. അപ്പോൾ അണ്ണാമലയെ മാറ്റിയതിൽ ഈ പറയുന്ന കാസ്റ്റിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ സ്വാഭാവികമായിട്ടുണ്ടാവില്ല അദ്ദേഹത്തെ മാറ്റിയപ്പോൾ. അപ്പോൾ പകരം എന്ത് ചെയ്യുന്നു, ഞങ്ങളതിന് കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ ഒരാളെ അവതരിപ്പിക്കുകയാണ് ഒന്ന്. 2, തമിഴ്നാട് ഇലക്ഷനിൽ ഞങ്ങൾ ഒരു തമിഴ്നാട്ടുകാരനെ ഉപരാഷ്ട്രപതിയാക്കിയിരിക്കുന്നു എന്ന രീതിയിലൊരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യിപ്പിക്കാനുള്ള മറ്റൊരു ശ്രമം കൂടിയാണ്. പക്ഷേ അത് അവിടെ വില പോകുമെന്ന് വെച്ചാൽ തോന്നുന്നില്ല. കാരണം APJ അബ്ദുൽ കലാമിനെ ആക്കിയതാണ്. പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJP എപ്പോഴൊക്കെ ഒരു രാഷ്ട്രപതിയെ നോമിനേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വളരെ കൃത്യമായ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ റീസൺ ഉണ്ടാവും. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരെപ്പോഴും ഒരാളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കൃത്യമായ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ RSSൻ്റെ സർസംഘചാലകന്മാരെല്ലാം ബ്രാഹ്മൺ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ചിത്പൂൺ ബ്രാഹ്മണന്മാരായിരുന്നു. അവരാദ്യമായി ബ്രാഹ്മണനല്ലാത്തൊരു സർസംഘചാലകനെ നിയമിക്കുന്നപ്പോഴാണെന്നറിയോ, ഇന്ത്യയിൽ ഈ പറയുന്ന മണ്ഡൽ പ്രക്ഷോഭം വരുമ്പോഴാണ്. അതായത് OBC കാസ്റ്റുകളിൽപ്പെട്ട ആളുകൾക്കിടയിലുള്ള ഈ മണ്ഡൽ പ്രക്ഷോഭം വരുമ്പോഴാണ് അവരാദ്യമായിട്ടൊരു നോൺ ബ്രാഹ്മിൻ ആയിട്ടുള്ളൊരു സർസംഘചാലനയാകുന്നത്. APJ അബ്ദുൽ കലാമിന് എപ്പോഴാണ് രാഷ്ട്രപതിയാക്കുന്നത്? ഗുജറാത്ത് കലാപത്തിന് തൊട്ടുടനെ. ഇതിന് തൊട്ടുമുണ്ടായിരുന്ന രാഷ്ട്രപതി എന്താണ്? ഇതിന് തൊട്ട് മുമ്പ്, അതായത് ഇപ്പോഴത്തെ ദ്രൗപദി മുർമുവിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രപതി അദ്ദേഹം ഒരു പട്ടികജാതി വിഭാഗക്കാരനായിരുന്നു. അദ്ദേഹത്തെ ആക്കുന്ന എപ്പോഴാണ്? ഇവിടെ രോഹിത് വെമുല വിഷയത്തിൽ ക്യാമ്പസുകളിൽ മുഴുവൻ അംബേദ്കറേറ്റ് പ്രക്ഷോഭം വരുമ്പോൾ പട്ടികജാതിക്കാരൻ ഒരാളെ എടുത്ത് രാഷ്ട്രപതിയാക്കുന്നു. അങ്ങനെ ആ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇത്തരം നിയമനങ്ങൾ നടത്താൻ ഭയങ്കരമായ അപാരമായ കഴിവാണ് RSSനും BJPയും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. രാംനാഥ് കോവിന്ദ്. അപ്പോൾ ഇവിടെ CP രാധാകൃഷ്ണനെ സംബന്ധിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിലേക്കുള്ള കൃത്യമായൊരു പെനിട്രേഷൻ പറ്റിയ സമയം അടുത്ത അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു 2026. അപ്പോൾ എന്ത് ചെയ്യും, ഒരു തമിഴിനെ വൈസ് പ്രസിഡന്റ് ആക്കുമ്പോൾ DMKക്ക് പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ DMK പിന്തുണയ്ക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു വികാരം, തമിഴ് വികാരം DMKക്കെതിരെ തിരിയും എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ജനങ്ങളല്ല തമിഴ്നാട്ടിലെന്നുള്ളത്. കാരണം വെച്ചാൽ തമിഴ്നാട്ടിൽ ഈ പറയുന്ന BJPക്കോ RSSനോ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ഹിന്ദു മക്കൾ കച്ചിയും ഹിന്ദു മുന്നണിയും RSSും BJPയും അവിടെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട കലാപരിപാടി ഈ പെരിയാറുടെ പ്രതിമ തകർക്കുക, അല്ലെങ്കിൽ പെരിയാറുടെ അവിടെ തിരുവള്ളൂരുടെ പ്രതിമയെ കൊണ്ടുപോയിട്ട് കാവ്യശാൾ പതിപ്പിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് ചെയ്യുന്നത്. അതൊന്നും ഒരിക്കലും തമിഴ് ജനത അംഗീകരിക്കുന്ന ഒരു കാര്യമേ അല്ല. അവരെങ്ങനെ കയ്യിലെടുക്കണമെന്നതിനെക്കുറിച്ച് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ തമിഴ് വോട്ട് കിട്ടാനായിരുന്നെങ്കിൽ APJ അബ്ദുൽ കലാമിൻ്റെ ആൾ കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ മുന്നണി ഒരു ആന്ധ്രയിൽ നിന്നുള്ള ഒരു മികച്ച ന്യായാധിപനെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആന്ധ്ര സ്വദേശിയാകുമ്പോൾ അതിൽ ഇന്ത്യ മുന്നണിക്ക് വേറൊരു ലാക്കുണ്ട്. ആന്ധ്ര സ്വദേശിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് TDPക്കും
YSR കോൺഗ്രസിനും അതിനെ പിന്തുണച്ചേ പറ്റൂ. അങ്ങനെ പിന്തുണയ്ക്കുമെന്നുള്ള പ്രതീക്ഷയോടെയായിരിക്കും ഈ ഒരു മുൻ ന്യായാധിപനെ, മികച്ച ഭരണഘടനാ വിദഗ്ധനെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഭരണഘടനയിൽ നിഷ്ണാതനായ ഒരു ജൂറിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു മുൻ ജഡ്ജിയെ സ്ഥാനാർത്ഥിയാക്കി വയ്ക്കുന്നതിലൂടെ അതിനൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ ഈ തന്ത്രത്തിന് ഒരു മതതന്ത്രം കൂടിയുണ്ട്. ആന്ധ്രയിൽ നിന്നുള്ള 2 പ്രമുഖ കക്ഷികളെ അതിൻ്റെ പിന്തുണ കിട്ടുക എന്നുള്ളത്. പക്ഷെ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം അത് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണ്? അതാണ് ആ ബില്ല്. ഏത് ബില്ല്? നമ്മൾ അല്പം മുമ്പ് ചർച്ച ചെയ്ത ബില്ല്. എന്ത്? ഞാനിവിടെ ബില്ല് പാസ്സാക്കുകയാണ്, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ആന്ധ്രാക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങേർക്ക് പിന്തുണ കൊടുക്കാൻ നിൽക്കണ്ട എന്ന് ചന്ദ്രബാബു നായിഡുവിനോടും ജഗൻമോഹൻ റെഡ്ഡിയോടും പറയാതെ പറയാണ് അമിത്ഷാ എന്ന് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് അതായത് ആന്ധ്രാക്കാരനായ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ വയ്ക്കുന്നു. ഈ ആന്ധ്രാക്കാരനാണെന്ന് കരുതി തെലുങ്കുദേശം പാർട്ടിയും YSR കോൺഗ്രസും എങ്ങാനും മറുകണ്ഠം ചാടി അയാൾക്ക് വോട്ടിയാൽ നിൽക്കണ്ട, ഞാൻ ബില്ല് അവതരിപ്പിച്ചു. അത് ജഗനാവട്ടെ ചന്ദ്രബാബു നായിഡു ആവട്ടെ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ എന്നാണ് പറഞ്ഞത് ആ ബില്ലിൻ്റെ അർത്ഥം. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് സ്വാഭാവികമായിട്ട് CP രാധാകൃഷ്ണൻ ചെയ്യും. പക്ഷേ CP രാധാകൃഷ്ണൻ ഒരു ഉപരാഷ്ട്രപതിയായിട്ടിരിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം, അദ്ദേഹം എന്താണ് ഈ രാജ്യത്തിന് സമൂഹത്തിന് കൊടുത്ത സംഭാവന? അപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതിമാർ, രാഷ്ട്രപതിമാർ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ ഒരു 10 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു? രാജ്യത്തെ ഏറ്റവും മികച്ച സ്കോളേഴ്സ്, ഭരണഘടനാ വിദഗ്ധർ, നിയമജ്ഞർ, ശാസ്ത്രജ്ഞന്മാർ. ഇപ്പോൾ അബ്ദുൽ കലാമിൻ്റെ കാര്യം തന്നെ എടുക്കുക, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പം അങ്ങനെയുള്ള മനുഷ്യരൊക്കെയാണ് മാർഗദർശികളായ, ജ്ഞാനികളായ, നല്ല വിസ്ഡമുള്ള പണ്ഡിതന്മാരായ മനുഷ്യരൊക്കെയാണ് രാജ്യസഭാ അധ്യക്ഷനായിട്ടും അതുപോലെ രാഷ്ട്രപതിയൊക്കെയായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം എന്താണ്, ആരെയാണ് അവർ നോമിനേറ്റ് ചെയ്യുന്നത്? നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞൊരു സംഖ്യയെ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. നൗഫൽ, പ്രത്യേക ലക്ഷ്യം വെച്ചുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് ഈ 2 സ്ഥാനാർത്ഥിക്കും, 2 പിക്കുകൾ. അപ്പം ഈ ലക്ഷ്യങ്ങൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ കൂടിയാണ്. എന്തായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട്? അതായത് കഴിഞ്ഞ 2 മോദി സർക്കാരിൻ്റെ പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിച്ചു, ഇപ്പോഴത്തെ പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. ഇപ്പോഴത്തെ പ്രതിപക്ഷം എല്ലാം വളരെ കുറിക്ക് കൊള്ളുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് ഇതിലൂടെ മനസ്സിലായത്. വോട്ട് ചോരിയുടെ കാര്യം വന്നു. ഇതിന് തൊട്ട് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നമ്മളൊക്കെ ആദ്യം NDA ആര് ഉപരാഷ്ട്രപതിയാക്കുമെന്നുള്ള ചർച്ചയിൽ ശശി തരൂരിൻ്റെ പേര് വരെ ചർച്ചയിൽ വന്നു. പക്ഷേ അവസാനം അവരെത്തിച്ചേർന്നത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അവരുടെ ഒരു അവരുടെ ലക്ഷ്യമാണ് തമിഴ്നാടിനെ എങ്ങനെയെങ്കിലും അവിടേക്ക് പെനിട്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അതവർക്ക് നടക്കുന്നില്ല. അതിന് എന്തൊക്കെ വഴി സ്വീകരിക്കാൻ പറ്റുമോ ആ വഴികളെല്ലാം അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കും. മോദി എപ്പോൾ തമിഴ്നാട്ടിൽ പോയാലും അദ്ദേഹത്തിൻ്റെ യാത്രയുടെ 80% അദ്ദേഹം ചെലവഴിക്കുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലങ്ങളിലാണ്, ക്ഷേത്രങ്ങളിലാണ്. എന്നിട്ട് അതിൻ്റെ 10-15 ക്യാമറ വെച്ച് അതിൻ്റെ ലൈവാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് DMKക്കെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം ഈ ഒരു തീരുമാനത്തിലൂടെ അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ തിരിച്ച് ഒരു പണി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങളിതാ തെലുങ്കന്മാരെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കൺഫ്യൂഷൻ, TDPയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ വെച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം അത് ശരിക്കും ഒരു ചെക്ക് എന്ന് നമുക്ക് പറയാം. അങ്ങനെ കൃത്യമായൊരു ചെക്ക് വെക്കുകയാണ് ഇന്ത്യ മുന്നണി ചെയ്തിരിക്കുന്നത്. അതിൽ ശരിക്കും സത്യത്തിൽ NDA ശരിക്കും അന്താളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വോട്ട് ചോരിയുടെ കാര്യത്തിൽ അന്താളിച്ച് നിൽക്കുന്ന അതുപോലെ തന്നെ ഈ കാര്യത്തിൽ അവർ അന്താളിച്ചിട്ടുണ്ട്. ഇത് ജയം തോൽവി എന്നുള്ളതൊരു വിഷയമല്ല, പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലോക്സഭ, രാജ്യസഭ MP മാരാണല്ലോ വോട്ട് ചെയ്യുക. പക്ഷേ ഇതിൽ പാർട്ടി വിപ്പ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പാർട്ടി വിപ്പ് ഇപ്പോൾ ഇന്ന പാർട്ടിക്കാർ മുഴുവൻ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ള വിപ്പ് കൊടുക്കും. അത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലുണ്ട്. പക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആ വിപ്പ് കൊടുക്കാൻ പറ്റില്ല. വ്യക്തിപരമായി ആളുകൾക്ക് വോട്ട് ചെയ്യാം. ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യതയെ ഈ പ്രാദേശികവാദം വല്ലാതെ ഉള്ള തെലുങ്കുദേശം പാർട്ടിക്കാർ ഒരു പക്ഷേ ചെയ്തുകൂടാ എന്നൊന്നുമില്ല. ഇപ്പുറത്തും സംഭവിക്കാം കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ അതിനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഈ നീക്കം, ഈ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് വളരെ വളരെ കുറിക്കുകൊള്ളുന്ന ഒരു നീക്കം തന്നെയാണ്. മറ്റൊന്ന്, ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ധൻകർ രാജിവെച്ചതിനെ തുടർന്നാണല്ലോ ഇങ്ങനെ വരുന്നത്. ഒരുപക്ഷെ ഈ മോഡി സർക്കാരുകളിൽ ഈ പറയുന്ന രാജിവെച്ച ഏതെങ്കിലും ഇപ്പോൾ മന്ത്രിമാരോ ആരുമില്ല. ആകെ രാജിവെച്ചൊരു മനുഷ്യൻ ധൻകർ മാത്രമാണ്. എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത്? ആദ്യമായിട്ട് രാജിവെക്കുന്ന ഒരു ഉപരാഷ്ട്രപതിയാണ്. അങ്ങനെയുമാണ്. എന്തുകൊണ്ട് അദ്ദേഹം മോദിയോട് കെറിവിച്ച് രാജിവെക്കുന്ന ഒരു മനുഷ്യൻ
എന്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. എന്താണ് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല. ആരോഗ്യം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന കാരണമാണല്ലോ, ആരോഗ്യ കാരണങ്ങളായിരുന്നുള്ളത്. അതിനൊരു വലിയ കാരണം ഉണ്ടാകാം. അപ്പോൾ എന്തായാലും ഈ ധൻകർ ചെയ്തു വെച്ച അല്ലെങ്കിൽ ധൻകർ ഉള്ളതുകൊണ്ട് അവർക്കുണ്ടായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുക കൂടിയായിരിക്കും BJP ഗവൺമെൻറ് ലക്ഷ്യമെടുത്തത്. അതിൻ്റെ ഭാഗമായാണ് കറ കളഞ്ഞ RSSകാരൻ തന്നെ വരട്ടെ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം തമിഴ്നാട്ടുകാർക്ക് ഒരു പക്ഷേ ഞങ്ങളുടെ നാട്ടുകാരനെ ആണല്ലോ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം എന്ന് ആഗ്രഹിക്കാം. പക്ഷേ അവർക്ക് വോട്ട് ചെയ്യാതിരിക്കാനൊരു കാരണമുണ്ട്. അദ്ദേഹം RSSകാരനാണ്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയാം. പക്ഷേ ഇന്ത്യ മുന്നണി കൊണ്ടുവച്ച സ്ഥാനാർത്ഥി ആരാണ്? അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി അഫിലിയേറ്റഡ് അല്ല, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ജഡ്ജിയായിരുന്നു, അദ്ദേഹം മുൻ ജഡ്ജിയാണ്, അദ്ദേഹം സൽവാ ജുദൂം അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ വിധി പ്രസ്താവിച്ച ഒരു ജഡ്ജിയാണ്, അങ്ങനെ വളരെ മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട് താനും. അപ്പം ഇന്ത്യ മുന്നണി അവിടെ വെച്ച RSSകാരന് പകരം ഇവിടെ പൊതുസ്വീകാര്യനായ ഒരു വ്യക്തിയെ വെക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ നീക്കം വളരെ കൃത്യമായ നീക്കമാണ്. അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ ഇന്നത്തെ പൊളിറ്റിക്കൽ സെനാരിയോയിൽ ഏറ്റവും നല്ലൊരു നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത്. ശരി.